പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീട്ടില് കുറച്ച് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെ അടുത്ത് പറയുന്നത്. ഇത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സമ്പത്ത് വന്നു കയറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അവിശ്വാസത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിന് ഫലം കിട്ടുന്നതായിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമ്മളെ വീടുകളിലെല്ലാം നമ്മൾ തുണികൾ അലക്കി നമ്മൾ വാഷ് ചെയ്ത് നമ്മൾ അശ കെട്ടി നമ്മൾ ഉണക്കാറുണ്ട്. ആ അശ കെട്ടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. കിഴക്ക് വടക്ക് ദിശ നോക്കി നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ആ അശകൾ കെട്ടാതിരിക്കുക. അങ്ങനെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയാണ് നിങ്ങൾക്ക് ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ നിങ്ങൾ അശ കെട്ടിയാൽ. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് അശകൾ കെട്ടി പലയിടത്തും പല പേരാണ്. ചിലയിടത്ത് അയ പറയും, പലയിടത്തും പല പേരുകൾ അറിയപ്പെടും. പക്ഷെ ഞങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അശ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ അശ എന്ന് പറയുന്നത്. ആ അശ കെട്ടി നിങ്ങൾക്ക് ഉണക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലരുണ്ട് തുണികൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് ഉണക്കാറുണ്ട്. അതായത് കിണറ്റിന്റെ മേളില് അങ്ങനെയൊക്കെ കൊണ്ടിട്ട്, അത് ഒരു കാരണവശാലും നമ്മൾ കിണറ്റിന്റെ മേളിലോ തുണി ഇട്ട് ഉണക്കാൻ നിൽക്കരുത്. കിണറ്റിന്റെ മേളിൽ തുണി ഇട്ട് ഉണക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ കിണറ്റിന്റെ ഭാഗത്തേക്ക് തുണി കൊണ്ട് പോകരുത്. കിണറ്റിന്റെ മേളിൽ തുണിയിട്ട് നിങ്ങൾ ഉണക്കാൻ നിൽക്കരുത്. അത് നമുക്ക് ദോഷം ചെയ്യും. അത് നിങ്ങൾ ഒഴിവാക്കി കളയേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ആശ കെട്ടി തുണിയിട്ട് ഉണക്കുന്ന സമയത്ത്, അതായത് ദിവ്യമായിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്. അതായത് ഉദാഹരണത്തിന് ഒന്ന് രണ്ട് ചെടികൾ ഞാൻ പറയാം. തുളസി, നെല്ലി, അങ്ങനെയൊക്കെയുള്ള ചെടികൾ കീഴിൽ നമ്മൾ തുണിയിട്ട് ഉണക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ അയ കെട്ടുകയും ചെയ്യരുത്. അങ്ങനെയുള്ളിടത്ത് അയ കെട്ടി കഴിഞ്ഞാൽ തീർച്ചയാണ് നമുക്ക് ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടിയാണ്. നമ്മളായിട്ട് നമുക്കുള്ള ദോഷങ്ങൾ നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.